എന്റെ വയറ്റില് സഞ്ജുവിന്റെ കുഞ്ഞ് വളരുന്നുണ്ട്. ആരും ഞെട്ടണ്ട, ഞാൻ സത്യമാ പറഞ്ഞത്. നശിച്ചവളെ, കുടുംബത്തിന്റെ മാനം നീ കളഞ്ഞു കുളിച്ചല്ലോ. ഇങ്ങനൊരു ജന്മത്തിനാണല്ലോ എനിക്ക് മകളായി തന്നത്. മക്കളോടില്ലാത്ത സ്നേഹമാ പേരക്കുട്ടികളോട്. കൊള്ളാം. ഈ കല്യാണം നടത്തേണ്ടത് ഗിരിയേട്ടന്റെ കൂടി ആവശ്യമാണെന്ന് ഞാൻ എന്തിനാ പറഞ്ഞെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇനി നല്ല കുട്ടിയായി ഗോപാൽജിയുടെ അടുത്ത് ആ പാർട്ടി സെക്രട്ടറിയുടെ മോളുമായുള്ള ബന്ധം വേണ്ടെന്ന് വെക്കാൻ പറ. എന്നിട്ട് എന്റെയും സഞ്ജുവിന്റെയും കല്യാണക്കാരൻ തീരുമാനിച്ചുറപ്പിക്ക്. പിന്നെ കല്യാണം അധികം വൈകിപ്പിക്കണ്ട. കൂടുതൽ വൈകിയ എന്താന്നറിയാലോ. എന്ത് ധൈര്യത്തിലടി നീ ഇവനോട് ഇങ്ങനെ സംസാരിക്കുന്നത്? നീ കാണിച്ച വൃത്തികേടിന് അവൻ ഗോപാൽജിയുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കണോ? അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. ഗിരിയേട്ടന് ഇത് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുണ്ടാവാൻ പോകുന്ന ചീത്തപ്പേര് ചിന്തിക്കാൻ പോലും പറ്റുമോ? നാട്ടുകാരറിഞ്ഞ എന്താ പറയാ? ശങ്കറിന്റെ മോള് വഴിതെറ്റിപ്പോയെന്നല്ലേ? അല്ലെങ്കിൽ ഈ നാട്ടുകാരെ കള്ളച്ചാരായം കൊടുത്ത് കൊന്നതിന്റെ പേരില് അച്ഛന് നല്ല ചീത്തപ്പേരുണ്ട്. അതിന്റെ കൂടി ഇതും കൂടി ആവുമ്പോ പൂർത്തിയാവും. നിന്റെ ആഗ്രഹം നേടാനായി മരിച്ചുപോയ അച്ഛനെ കരുവാക്കാൻ പോലും നിനക്ക് മടിയില്ലല്ലേ? ജീവിച്ചിരിക്കുന്ന നിങ്ങളെ കരുവാക്കാമെങ്കിൽ മരിച്ചുപോയ അച്ഛനെ ഉപയോഗിച്ചൂടെ?